നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശ്രീകൃഷ്ണന്റെ വ്യാപകമായ വ്യക്തിത്വവുമായി താരതമ്യം ചെയ്യപ്പെടാൻ അർഹതയുള്ളവർ മാനവചരിത്രത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം സർവതോന്മുഖമായ വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ കാഴ്ചവെച്ചത്. വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണൻ ആനന്ദത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ്. അത് അനേകം സഹസ്രാബ്ദങ്ങളായി ഭാരതീയ സംസ്കൃതിയെയും സമൂഹത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. കവികൾ ശ്രീകൃഷ്ണന്റെ ദിവ്യ ബാല്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാവ്യങ്ങൾ രചിക്കുന്നു. ശില്പിയും ചിത്രകാരനും കൃഷ്ണന്റെ പ്രഫുല്ലമായ യുവത്വം ചിത്രീകരിക്കുന്നതിൽ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നു. വാസ്തുവിദ്യക്കാരും തങ്ങളുടെ കലയിൽ ശ്രീകൃഷ്ണന്റെ മഹത്വവും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. നടനകലയാകട്ടെ ശ്രീകൃഷ്ണലീലയിൽ ധന്യത തേടുന്നു. മനുഷ്യജീവിതത്തെയും മനുഷ്യപ്രകൃതിയെയുമല്ല, മനുഷ്യേതര ജീവിതങ്ങളെയും മനുഷ്യേതര പ്രകൃതിയെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യജീവിതം സർവ്വ ഐശ്വര്യങ്ങളുടെയും ആനന്ദ സ്രോതസ്സായി സദാ വിളങ്ങുന്നു. തുടർന്ന് ഗുരുവചനം കേൾക്കാം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനാണ് മന്ത്രം, അല്ലാതെ മന്ത്രം കൊണ്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്താനല്ല. ഈശ്വരന് എന്തിനാണ് മന്ത്രം? തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. സ്തവൈർബ്രഹ്മാദീനാം ജയ ജയ വചോഭി നിയമീനാം ഗണാനാം കേളീഭി മദകലമഹോക്ഷസ്യ കകുദി സ്ഥിതം നീലഗ്രീവം ത്രിനയനം ഉമാശ്ലിഷ്ടവപുഷം കദാ ത്വാം പശ്യേയം കരധൃതമൃഗം ഖണ്ഡപരശും. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. പരമാത്മസ്വരൂപത്തിൽ ആമഗ്നരായവരെ സംബന്ധിച്ച്, ആനന്ദ സ്വരൂപത്തിൽ വിഹരിക്കുന്നവരെ സംബന്ധിച്ച് ദേശകാലങ്ങളില്ല. ദേശകാല പരിമിതികളെ അവർ അതിക്രമിച്ചു. അവർക്ക് 10,000 ആണ്ട് ഒരു നിമിഷം പോലെയാണ്. പ്രകൃതിവശകരായി കഴിഞ്ഞാൽ ഒരല്പം കാലം തന്നെ നമുക്ക് ദീർഘമായി തോന്നാം. പരാഭക്തിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലമില്ല. ഈ ഭാഗം വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ 24-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശിവാനന്ദലഹരിയിൽ 24-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു പ്രശ്നമുന്നയിച്ചുകൊണ്ട്
പരാഭക്തൻ്റെ ഭാവത്തെ എടുത്തു കാണിക്കുക ചെയ്യുന്നത്. കൈലാസപർവ്വതത്തിൽ കനകമണി സൗധേ, സ്വർണത്താലും മുത്തുകളാലും അലങ്കരിക്കപ്പെട്ട സൗധത്തിൽ, അങ്ങേയറ്റം മനോഹരമായ സൗധത്തിൽ, ഗണൈഹി സഹവസൻ, സ്വർണത്താലും മുത്തിനാലും അങ്ങേയറ്റം അലങ്കരിക്കപ്പെട്ട മനോഹരമായ സൗധത്തിൽ, ആ സൗധമാകട്ടെ കൈലാസപർവ്വതത്തിലാണ്. അങ്ങനെയുള്ള സൗധത്തിൽ ഗണങ്ങളോടുകൂടി വസിക്കുന്നവനായിട്ട്, ഇപ്പം ഗണങ്ങളോടുകൂടി വസിക്കുന്നവനായിട്ടെന്ന് പറഞ്ഞാൽ ശിവഗണങ്ങളോടുകൂടി വസിക്കുന്നവനായിട്ട്. ഇപ്പോൾ സ്വയം ആ ഗണത്തിൽ പെടണം, ശിവഗണത്തിൽ താനും എത്തിപ്പെടണം എന്നുള്ള പ്രാർത്ഥനാഭാവം അവിടെയുണ്ട്. അങ്ങനെ ശിവഗണത്തിൽ ഒരുവനായി വസിച്ചുകൊണ്ട് ശംഭോഹോ അഗ്രേ, ശംഭുവിൻ്റെ ശങ്കരൻ്റെ മുമ്പിൽ, ശംഭു ശം ഭാവയതി ഇത് ശംഭു, സുഖത്തെ ആനന്ദത്തെ ഉണ്ടാക്കുന്നവനാണ് ശംഭു. ശങ്കരൻ എന്നുള്ളതിൻ്റെ പര്യായം തന്നെയാണ് ശംഭു, ആനന്ദത്തെ നൽകുന്നവൻ, സുഖത്തെ നൽകുന്നവൻ എന്നർത്ഥം. ആ ശങ്കരൻ്റെ ശംഭുവിൻ്റെ മുമ്പിൽ സ്ഫുടഘടിത മൂർധാഞ്ജലി പുടഹ, മൂർധാവിൽ ശിരസിൽ ചേർത്ത അഞ്ജലിപുടത്തോടുകൂടി, തൊഴുകൈകളോടുകൂടി, കൂപ്പുകൈയോടുകൂടി, അങ്ങേയറ്റത്തെ സമർപ്പണവും ആദരവും എല്ലാം ഒത്തുചേർന്ന ഭാവമാണ് ശിരസിൽ കൂപ്പുകൈ വയ്ക്കുന്നത്. അങ്ങനെ ശിരസിൽ മൂർധാവിൽ കൂപ്പുകൈ വെച്ചുകൊണ്ട് ഹേ സാംബ, അമ്പയോട് ചേർന്നവനെ, അമ്പയ സഹ വർത്തതൈതി സാംബ, അമ്പ അവിടെ പാർവതി ദേവിയാണ് അമ്മ. അപ്പം പാർവതിയോട് ചേർന്നവൻ, വളരെ വിശിഷ്ടമായ ഒരു ഭാവമാണത്, അർദ്ധനാരീശ്വര ഭാവം. തൻ്റെ അർദ്ധാംഗം പാർവതിക്ക് നൽകിയ പരമേശ്വരൻ. അങ്ങനെ ശിവനും അർദ്ധാർദ്ധാംഗം ചേർന്ന അവസ്ഥാവിശേഷം ഒന്ന് സങ്കല്പിക്കുക. എത്ര വലിയ പ്രാധാന്യമാണ് പാർവതിക്ക് ശിവൻ നൽകിയതെന്ന്. തൻ്റെ അർദ്ധാംഗം സമർപ്പിച്ചു. അങ്ങനെ പാർവതിയോടൊത്തവനാണ് സാമ്പൻ. ഹേ സാംബ, ഹേ സ്വാമിൻ, സർവപ്രപഞ്ചത്തിനും യജമാനനായിട്ടുള്ളവനെ, സർവത്തെയും സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കുന്ന സ്വാമിത്വം ആരിലാണോ അവൻ. ഹേ സ്വാമിൻ, ഹേ പരമശിവ, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാം ഉപരിയുള്ള, അഥവാ സകല പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള ശിവസ്വരൂപമാണ് അവിടുന്ന്. ഹേ പരമശിവ, വിഭോ, അല്ലയോ വിഭോ, പ്രഭുവായിട്ടുള്ളവനെ, വിശേഷേണ ഭവിക്കുന്നവനെ, പാഹി, എന്നെ രക്ഷിക്കണമേ, നീ രക്ഷിക്കണമേ എന്ന് നിഗതൻ പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, പാടിക്കൊണ്ട്, വിധാതൃണാം കൽപ്പാൻ, വിധാതാക്കളുടെ കൽപ്പങ്ങളെ, വിധാതാവ് ബ്രഹ്മാവ്, ഇപ്പം ബ്രഹ്മാവിൻ്റെ കൽപ്പങ്ങളെ, കൽപ്പകാലങ്ങളെ, അതിദീർഘമായ കാലമാണ്. എപ്പോഴാണോ സൃഷ്ടിചക്രം പ്രവർത്തിക്കുന്നത് അതാണ് കൽപ്പകാലം. അപ്പോൾ സുദീർഘമായ കൽപ്പകാലത്തെ ഒരു നിമിഷം പോലെ ഞാൻ എങ്ങനെ, എപ്പോഴാണ് നയിക്കുക? കഥാവാനേഷ്യാമി. ഇവിടെ വളരെ ശ്രദ്ധേയമായ ആശയമാണ്. പരമാത്മാ സ്വരൂപത്തിൽ ആമഗ്നരായവരെ സംബന്ധിച്ച്, ആനന്ദസ്വരൂപത്തിൽ വിഹരിക്കുന്നവരെ സംബന്ധിച്ച് ദേശകാലങ്ങളില്ല. ദേശകാല പരിമിതികളെ അവർ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു 10,000 ആണ്ട് ഒരു നിമിഷം മാത്രം. അല്ലെങ്കിലോ പ്രകൃതിവശകരായി കഴിഞ്ഞാൽ ഒരല്പകാലം തന്നെ സുദീർഘമായി നമുക്ക് തോന്നും.
അപ്പോൾ പരമതത്വത്തിൽ ആവിഷ്ടമായ മനസ്സോടുകൂടി കാലത്തെ അതിക്രമിച്ചവനായി ഞാൻ എപ്പോഴാണ് സുദീർഘമായ കാലത്തെ വിധാതൃണാം കൽപ്പാൻ ബ്രഹ്മാവിൻ്റെ കൽപ്പകാലങ്ങളെ നിമേഷമിവ ഒരു നിമിഷം എന്ന പോലെ നേഷ്യാമി നയിക്കുന്നത് എപ്പോഴാണത്? പരാഭക്തിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് കാലമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കേണ്ടായി. സ്വാനുഭൂതിയുടെ നിറവിലിരുന്നു കൊണ്ട് ഈ ആശയത്തെ നമുക്ക് സുലളിതമായി മലയാളത്തിൽ പറഞ്ഞു തന്നു ശ്രീനാരായണ ഗുരുദേവൻ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരല്പനേരം. അത്ര വേഗത്തിലാണ്, കാരണം കാലത്ത് അതിക്രമിച്ചിരിക്കുന്നു. എന്നാൽ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ, നമ്മുടെ അറിവ്, നമ്മുടെ ബോധം പരമേശ്വരനിൽ നിന്ന് മാറി അപരപ്രകൃതിക്ക് അധീനമായാലോ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ഒരരനൊടി നേരമാണ്, അത് 1000 ആണ്ട് പോലെ തോന്നും. ഇതാണ് കാലം ആപേക്ഷികമാണ്. ഇപ്പോൾ ശിവാവിഷ്ടമായ മനസ്സോടുകൂടി എപ്പോഴാണ് ഞാൻ കാലത്തെ അതിക്രമിക്കുക എന്നുള്ള പരാഭക്തൻ്റെ വേവലാതി, വ്യാകുലതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. നമസ്കാരം. അവനവനിലെ ശിവനെയും അവനവനിലെ ശക്തിയെയും തിരിച്ചറിയുക, അവനവനിലെ പുരുഷനെ, അവനവനിലെ പ്രകൃതിയെ തിരിച്ചറിയുക. തന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഒരു ഉപാസനാ പന്ഥാവ് എന്ന നിലയിലാണ് തന്ത്രശാസ്ത്രം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈശ്വരനെ അറിയാനുള്ള, നമ്മുടെ അറിവിൻ്റെ ചക്രവാളത്തോളം വിസ്തരിപ്പിക്കുവാനുള്ള ഒരു ശാസ്ത്രമാണ് തന്ത്രം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ അറിവിൻ്റെ ചക്രവാളം എന്ന് പറയുന്നത് അവനവനിലുള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയലാണ്. ശിവോ ഭൂത്വ ശിവം യജേത് എന്നത് തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു പ്രമാണമാണ്. ശിവനെ ഉപാസിച്ചുകൊണ്ട് ശിവനായി തീരുക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ശിവൻ എന്ന ഒരു വാക്കിനെ കൊണ്ട് സാമാന്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പുരാണപ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവൻ എന്ന് പറയുന്ന ചിത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത്. പകരം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യകാരണ സ്വരൂപമായിട്ടുള്ള, വേദാന്തത്തിൽ ബ്രഹ്മം എന്ന് വിളിക്കുന്ന, പരംപുരുഷൻ എന്ന് വിളിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തെ തന്നെയാണ്, ഈശ്വരൻ എന്ന ഒരു തലത്തെ തന്നെയാണ് ശിവൻ എന്ന പദം കൊണ്ടും ഇവിടെ അർത്ഥമാക്കുന്നത്. ശിവോ ഭൂത്വ ശിവം യജേത് എന്ന് പറയുന്ന പദത്തെ കൊണ്ട് ശിവനെ ഉപാസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരനെ ഉപാസിച്ചുകൊണ്ട് സ്വയം ഈശ്വരനായി തീരുക, ഈശ്വരനോളം ഉയരുക എന്ന് പറയുന്ന ഒരു തലത്തെ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. അവനവനിലുള്ള ഈശ്വരനും അവനവൻ്റെ ഹൃദയവർത്തിയായിട്ടുള്ള ഈശ്വരനും പരമപുരുഷനായിട്ടുള്ള ഈശ്വരനും വ്യത്യസ്തനല്ലെന്നും, അവനവനെ ഉപാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനവനെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ സ്ഫുരിപ്പിച്ചുകൊണ്ട്, ആ ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ട് നമുക്ക് ഈശ്വരീയമായ തലത്തിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിലേക്കാണ് നമ്മളെ തന്ത്രം കൈപിടിച്ച് ആനയിക്കുന്നത്. ഉപാസനാ പന്ഥാവിലൂടെ നമ്മളെ സ്വയം ഈശ്വരനാക്കി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അത് അവിടെ ചെയ്യുന്നത്. അതുതന്നെയാണ് ശിവോഹം എന്ന ഒരു പരമമായ പദത്തിൻ്റെയും അർത്ഥം. ശിവോ ഭൂത്വ ശിവം യജേത് എന്നത് തന്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മളെ ശിവത്വത്തിലേക്ക്, ശിവം എന്ന് പറയുന്നൊരു വാക്കിൻ്റെ അർത്ഥം മംഗളം അല്ലെങ്കിൽ കല്യാണമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ശുഭമായത് എന്നാണ് അർത്ഥം. ആ ശുഭമായ തലത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ശരീരത്തെ, നമ്മുടെ അവസ്ഥകളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അന്തർമുഖ സമാരാധ്യ എന്നുള്ളത് ലളിതാ സഹസ്രനാമത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ്.
അന്തർമുഖമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ ഉപാസിക്കുക. ആ ഈശ്വരനിലാണ് ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഹൃദയവർത്തിയായ അന്തരവർത്തിയായിട്ടുള്ള ആ ഈശ്വരൻ തന്നെയാണ് നമ്മളുടെ അടിസ്ഥാന ചൈതന്യമെന്നും ആ ഈശ്വരൻ തന്നെയാണ് ഈ കാര്യകാരണ സ്വരൂപനായി ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത് എന്നും തന്ത്രശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു തന്ത്രശാസ്ത്രം പഠിപ്പിക്കുന്ന ഈ ഒരു മാർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ ഉയർത്തുന്ന സാധനാ കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കേതത്തെ എങ്ങനെ ഒരു സാധനാ കേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവനവനുള്ള ആത്മാന്വേഷണത്തിൻ്റെ പാതയാക്കി ആ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സങ്കേതം അവനവനെ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. मातर्मे मधुकैटभग्नी महिषत्प्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्ते अम्बिके. ത്രിമൂർത്തികളിൽ ഒരു ദേവനായ പരമശിവന്റെ പത്നി പാർവതി ദേവിയെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നു. ഉമ, കാർത്യായനി, ഗൗരി, കാളി, ഹൈമവതി, ഈശ്വരി, ശിവ, ഭവാനി, രുദ്രാണി, ശർവാണി, സർവമംഗല, അപർണ, പാർവതി, ദുർഗ, മൃഡാനി, ചന്ദ്രിക, അംബിക, ആര്യ, ദാക്ഷായണി, ഗിരിജ, മേനാത്മജ, ചാമുണ്ട, കർണമൗഢി എന്നീ നാമങ്ങളിൽ പാർവതീദേവി അറിയപ്പെടുന്നു. ഒരേ രൂപത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധന നടത്തുന്ന ഭക്തൻ പരമമായ ആധ്യാത്മിക അനുഭൂതിയാണ് ലക്ഷ്യമിടുന്നത്. പാർവതീദേവിയുടെ ചാമുണ്ഡി ഭാവത്തിൻ്റെ പ്രത്യക്ഷ അനുഭൂതി ഭക്തന്റെ ഹൃദയത്തിൽ നിറവേറ്റപ്പെടുന്ന ദേവതാസ്ഥാനമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. അസുരന്മാരായ ചണ്ഡമുണ്ടന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി കാർത്യായനി ദേവിയുടെ ജടയിൽ നിന്നും ഉത്ഭവിച്ച ദേവീഭാവമാണ് ചാമുണ്ഡി. ചാമുണ്ഡി ദേവിയുടെ ശരീരത്തിൽ നിന്നും 7 ദേവിമാർ അസുര നിഗ്രഹ സമയത്ത് അവതരിക്കുകയുണ്ടായി. ഇവർ സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നു. ക്ഷേത്ര ശ്രീകോവിലിന് ചേർന്ന് പരിവാര പ്രതിഷ്ഠയിൽ നമുക്ക് ഈ സപ്തമാതാക്കളെ ദർശിക്കാവുന്നതാണ്. തിരുവനന്തപുരത്ത് കടകംപള്ളി വില്ലേജിൽ ചാക്കപ്പാലത്തിന് വടക്കുമാറി കരിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധി ആർജിച്ചതുമായ ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് പ്രഗത്ഭരായ മെയ്വഴക്കം സിദ്ധിച്ച ആയോധനശാലികൾ അഭ്യാസമുറകൾ പരിശീലിച്ചിരുന്ന ഒരു കളരിത്തറയുണ്ടായിരുന്നു. ഈ കളരിക്കകമാണ് പിന്നീട്
രക്തചാമുണ്ഡിയുടെ തിരുനട. ഇവിടെ ബിംബാരാധനയില്ല എന്നതും പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ചുവർ ചിത്രത്തിലാണ് ദേവിയുടെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്നത്. രക്തചാമുണ്ഡി നടയുടെ തെക്കുഭാഗത്താണ് ചെറിയ ഇലങ്കത്തിൽപ്പെട്ട ബാലചാമുണ്ഡി നട. ഇവിടെയും ബിംബാരാധനയില്ല. സവിശേഷമായ ആചാരക്രമം കൊണ്ട് പ്രസിദ്ധിയാർജിച്ചതാണ് രക്തചാമുണ്ഡി ഇലങ്കം. പണ്ട് തിരുവിതാംകൂറിലെ രാജഭരണകാലം മുതൽ രാജാവിൻ്റെ നീതി നിർവഹണ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നതാണ് രക്തചാമുണ്ഡി തിരുനട. കുറ്റവും ശിക്ഷയും നീതിയും അനീതിയും നിർവചിക്കപ്പെട്ടിരുന്ന സങ്കേതമായിരുന്നു ഇവിടം. നട തുറക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങ് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. കരിക്കകത്തെ വിശേഷപ്പെട്ട ചടങ്ങായി ഇതിനെ കണക്കാക്കുന്നു. ആണ്ടുതോറും മീനമാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. മീനമാസത്തിലെ മകം നാളിലാണ് ഭക്തജനങ്ങൾ കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കരിക്കകത്തമ്മയ്ക്ക് അന്നേ ദിവസം പൊങ്കാലയർപ്പിക്കുന്നു. പൊങ്കാലയർപ്പിക്കലാണ് ഉത്സവകാലത്തെ പ്രധാന ചടങ്ങ്. ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം 7-ാം നാൾ നടത്തുന്ന പൊങ്കാലയോടുകൂടി അവസാനിക്കുന്നു. ഉപദേവതമാർ മതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ആയിരവല്ലി ക്ഷേത്രവും നാഗരികാവും ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേക മതിൽക്കെട്ടിനകത്താണ്. ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ നടക്കുന്ന ചടങ്ങാണ് ഉത്രാട തണ്ണീർക്കൊട. ദേവിയുടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുമ്പ് തണ്ണീർക്കൊട എന്ന പേരിൽ ഭക്തജനങ്ങൾ ഈ ചടങ്ങ് നടത്തിയിരുന്നു. ഇന്ന് ഇത് ഉത്രാട തണ്ണീർക്കൊട, കാർത്തിക തണ്ണീർക്കൊട എന്നിങ്ങനെ വർഷത്തിൽ 2 തവണ നടത്തപ്പെടുന്നു. ചാമുണ്ടിയായും രക്തചാമുണ്ടിയായും ബാലചാമുണ്ടിയായും ഭക്തന് ഐശ്വര്യവും അനുഭൂതിയും പ്രദാനം ചെയ്യുന്ന കരിക്കകം ദേവീക്ഷേത്ര ദേവസ്ഥാനം കലികാലത്തിൽ അഭയകേന്ദ്രമാവുകയാണ്.